ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സിഹിയാണെങ്കിൽ ഗംഗപ്രസാദിനെ കാണാനില്ലാത്ത കേസ് വളരെ ഭയങ്കരമായിട്ട് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ കിരണിന് സംശയമുണ്ട്, പക്ഷെ കിരണിന്റെ കൂടെ തന്നെ രതീഷിനെ വേലുവിനെ സംശയമുണ്ട്. പിന്നെ വേലു കാട്ടിൽ താമസിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ അവനെ കൊണ്ട് പെട്ടെന്ന് സത്യങ്ങൾ പറയിപ്പിക്കാൻ പറ്റുന്ന സിയക്ക് ചെറിയൊരു വിശ്വാസം വരെയാണ്. അതുകൊണ്ട് തന്നെ ആ സിയെ വേലുവിനെതിരെ അന്വേഷണം തുടങ്ങാൻ വേണ്ടി വിചാരിക്കാട്ടോ. വേലുവിന്റെ അടുത്ത് ആദ്യം ചോദിച്ചു തുടങ്ങാം. ആദ്യം കിരണിനോട് ചോദിച്ചാൽ കിരൺ ഒന്നും തന്നെ സമ്മതിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി വേലുവിനെ പിടിക്കാം, അതാണ് നല്ലത് എന്ന് സിയക്ക് മനസ്സിലാവാണ്. ആ സമയത്ത് തന്നെയാണ് വേലു കുറച്ച് തേനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് കിരണിനെയും കല്യാണിനെയൊക്കെ ഒന്ന് കണ്ടിട്ടും വരാം എന്ന് വെച്ചിട്ട് തേൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ കിരണിനെ കാണുന്നത്. അപ്പൊ കിരൺ വേലുവിനെ കാണുമ്പോൾ തന്നെ കിരൺ പറയേണ്ട ആ വേലു എന്ന് പറയുമ്പോൾ ആ സാറേ കാട്ടിൽ കുറച്ച് നല്ല തേൻ കിട്ടിയപ്പോ തന്നെ എനിക്ക് സാറിനെ സാറമ്മേനെ ചേട്ടനും ചേച്ചി സോറി ചേട്ടനെയും ചേച്ചിനെയൊക്കെ ഓർമ്മ വന്നു. അപ്പൊ നല്ല ശുദ്ധമായിട്ടുള്ള തേനാണ്. ഞാനും രുചിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞാഴ്ചത്തെ പോലെ ഗംഗപ്രസാദ് ഒന്നും അവിടെ ഇല്ല എങ്കിലും രുചിച്ചു നോക്കി. ഞങ്ങളൊന്ന് നോക്കിയിട്ട് തരാന്ന് ചോദിച്ചു. അപ്പൊ ടെസ്റ്റ് ചെയ്ത് ഒരു കുഴപ്പമില്ല സാറേ. എടാ തേനൊക്കെ അവിടെ കിട്ടിയപ്പോ വേറൊരു പ്രശ്നമുണ്ടടാ, നീ അറിഞ്ഞു കാണുമായിരിക്കുമല്ലേ? അറിഞ്ഞു സാറേ, അതുകൊണ്ട് കൂടിയിട്ടാ ഞാൻ ഇവിടേക്ക് വന്നത്. അമലുവിന്റെ അടുത്ത് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇങ്ങോട്ട് വരണമല്ലോ, അതുകൊണ്ട് ഞാൻ അമലുവിന്റെ അടുത്ത് പറഞ്ഞ തേൻ കൊണ്ടേ കൊടുക്കാൻ പോണെന്ന് പറഞ്ഞു. അവളും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. കണ്ടിരുന്നു സാറേ, വാർത്തയിലും ന്യൂസിലൊക്കെ ഇപ്പൊ അതാണല്ലോ, കാട്ടിലും എല്ലാവരും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. നീ ഇങ്ങോട്ട് വാ, എനിക്ക് സംസാരിക്കണം എന്ന് പറയാണ്. കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത്. ആ വേലുവോ? അതെ കല്യാണി, ഞാനും വേലും ഒന്ന് പുറത്തു പോവാ. അല്ല വേലു വന്നല്ലേ ഉള്ളൂ, ചായ എന്തെങ്കിലും അത് കുഴപ്പമില്ല, ഞങ്ങൾ പുറത്തുനിന്ന് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കിരൺ വേലുവിനും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ്. വേലുവിനോട് പറഞ്ഞിട ഒന്നും പറയുന്നിട, ഞാൻ നിങ്ങളുടെ ഒന്നും പറയാത്തതാണ്. ഒരു പുതിയ CA ആണ് ഇവിടെ ചാർജ് എടുത്തിരിക്കുന്നത്. മാർട്ടിൻ എന്നാണ് ആളുടെ പേര്. ആള് സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കുന്ന ഒരാളാണ്. ഈ ഗംഗപ്രസാദിന്റെ ഒരു കാമുകി ഉണ്ടല്ലോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റെഫി എന്ന് പറഞ്ഞൊരു കൊലയാളി, അവന്റെ കൂടെ എല്ലാത്തിനും നടക്കുന്ന ഒരു പെണ്ണ്. അവള് ജയിലിലാണെന്നല്ലേ പറഞ്ഞത്? അതെ, അവളിപ്പോ പരോളിൽ ഇറങ്ങി. 3 ദിവസമായിട്ടുള്ള പരോളിൽ ഇറങ്ങിയ ദിവസം തന്നെ ആ സിയെ കണ്ട് പരാതി കൊടുത്തിരിക്കുക. അവളുടെ കാമുകൻ, അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന വരൻ കാണാനില്ല, ഗംഗപ്രസാദിനെ കാണാനില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുക. അല്ല, ഈ ഗംഗപ്രസാദ് പിടികിട്ടാപ്പുള്ളിയല്ലേ, കുറ്റവാളിയല്ലേ, കൊലയാളിയല്ലേ? ഇയാളൊക്കെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുത്താലും അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ പോലീസിന് എന്ന് വേലു ചോദിക്കുമ്പോ കിരൺ പറയുന്നുണ്ട്, എടാ കുറ്റവാളിയാണെങ്കിലും കൊലയാളിയാണെങ്കിലും ഒരു മനുഷ്യനല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ അയാളെ കാണാനില്ലെങ്കിൽ പോലീസുകാർ അന്വേഷിക്കോടാ, അത് അങ്ങനെയാണ്. എന്ത് പറയാനാ, ആ ആണെങ്കിൽ കുറച്ച് ബുദ്ധി കൂടുതലുള്ള കൂട്ടത്തിലാണ്. അയാൾ ആദ്യം തന്നെ ആ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. മുൻപിൽ മാത്രമുള്ള ക്യാമറ ഉള്ളല്ലോ, ആളിപ്പോ പിൻവശത്ത് ക്യാമറ ഇല്ലല്ലോ, പക്ഷെ പിൻവശത്തുള്ള വീടുകളിലെ ക്യാമറകളിലൊക്കെ അയാൾ നോട്ട് ചെയ്തു. അതിൽ നിന്ന് ഗംഗപ്രസാദ് ഓഡിറ്റോറിയത്തിൽ കയറിയ കാര്യം അയാൾക്ക് മനസ്സിലായി. പിന്നെ ആംബുലൻസ് ഡ്രൈവറെ പിടികൂടി, അങ്ങനെ പല കാര്യങ്ങളും അത് മനസ്സിലാക്കിയടാ. പിന്നെ ഗംഗപ്രസാദ് അന്ന് യൂസ് ചെയ്ത ഫോൺ എല്ലാം നോക്കി. ഗംഗപ്രസാദ് എനിക്കാണ് അവസാനം മെസ്സേജ് അയച്ചേക്കുന്നത് ഒക്കെ മനസ്സിലാക്കി. എന്നിട്ട് എന്തായി സാറേ? അയാളെന്നെ അടുത്ത് തിരിച്ചും മറിച്ച് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല, പക്ഷെ അയാളൊന്നും വിശ്വസിച്ച പോലെ എനിക്ക് തോന്നണില്ല. അതിനിടയിൽ കല്യാണിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ കല്യാണത്തെ സത്യങ്ങളൊക്കെ പറഞ്ഞു. അയ്യോ, എന്നിട്ട് കല്യാണിക്കാണെങ്കിൽ പറഞ്ഞത് വെറുതെ ആയി പോയെന്ന് തോന്നുന്നു എനിക്ക്. അവളാണെങ്കിൽ സിയെ വരുമ്പോ തന്നെ മുഖമൊക്കെ ആകെ ഭാവമാറ്റമൊക്കെ. ആ സിയക്ക് അപ്പൊ തന്നെ സംശയവും കാര്യങ്ങളൊക്കെ തുടങ്ങിയടാ. സാറേ, സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട. അങ്ങനെ എങ്ങാനും കേസോ കാര്യങ്ങളോ വരികയാണ്, ഗംഗപ്രസാദ് മരിച്ചു എന്ന് പറഞ്ഞ് കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ ഞാൻ കൊലക്കുറ്റി ഇട്ടെടുത്തോളാം സാറേ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണേടാ. നീ എന്താണ് പറഞ്ഞത്? നിന്റെ തലയിലൊക്കെ കൊലക്കുറ്റി ഇട്ടരാൻ വേണ്ടിയിട്ടാണോ ഞാൻ നിങ്ങളെ കൂട്ടുപിടിച്ചത്? ഒരിക്കലും ഇല്ലടാ. അങ്ങനെ കൊലക്കുറ്റം വരികയാണെങ്കിൽ ഞാൻ തന്നെ ആ കൊലക്കുറ്റി ഏറ്റെടുക്കും എന്ന് കിരൺ പറയാണ്. അപ്പോ വേലു പണ്ട് വേണ്ട സാറേ, അങ്ങനൊന്നും ഏറ്റെടുക്കല്ലേ. നോക്ക്, ഞാനില്ലേ കൊലക്കുറ്റം, എനിക്ക് ജയിലിൽ പോയാലോ സാറിനെ പോലുള്ളവർ എന്നെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ. എടാ എനിക്ക് അറിയാം, പക്ഷെ നീ കാട്ടിൽ വേണം. അറിയാലോ, അവിടെ കാട്ടുമൂപ്പനില്ല. അമലുവിന്റെ അമ്മക്കും കാട്ടിലുള്ളവർക്കും നീ മാത്രമേ ഉള്ളൂ തുണ. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, എന്റെ അച്ഛൻ ആരെങ്കിലൊക്കെ എന്നെ പുറത്തിറക്കിക്കോളും. പക്ഷെ ഞാനിപ്പോ നിന്നെ വിളിച്ചത് അതിന് പറയാനല്ല. പോലീസുകാരെ നിന്നെ മിക്കവാറും കാണാൻ വരുമായിരിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും. നീ വിട്ടു പറയാൻ നിൽക്കരുത്. അന്ന് ഗംഗപ്രസാദ് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാനും നീയും രതീഷൊക്കെ ഓഡിറ്റോറിയത്തിന്റെ പുറത്തും അകത്തൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നെന്നും അവൻ വന്നിട്ടില്ലെന്നു ഉറപ്പിച്ച് പറഞ്ഞാൽ മതി. അയാൾ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എന്തായാലും നമ്മളായിട്ട് ഒന്നും പറയാൻ പോകണ്ട എന്ന് കിരൺ പറയാണ്. വേലു പറഞ്ഞിട്ട് ശരി സാറേ, ഞാനായിട്ട് ഒന്നും പറയില്ല എന്ന് പറയാണ്. ശരി, നീ വീട്ടിൽ കയറിയിട്ടല്ലേ പോകുന്നുള്ളൂ? സാറേ, എനിക്ക് പോകണം. ഞാൻ ഈ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് തന്നെ തിരിച്ച് കാട്ടിലേക്ക് എത്തണം സാറേ. അല്ലടാ, ഇന്ന് നീ വന്നേലേ ഉള്ളൂ. അല്ല സാറേ, അവിടെ അമലും അതുപോലെ തന്നെ അങ്ങനെ മാമിയൊക്കെ ഒറ്റക്കല്ലേ ഉള്ളൂ. കല്യാണമൊക്കെ കഴിഞ്ഞ് പുതുമോടിയല്ലേ, അതുകൊണ്ടായിരിക്കും. അല്ല സാറേ, അവൾക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഗംഗ മരിച്ചു എന്ന് പറഞ്ഞ പിന്നെ അതിന്റെ ഒരു ഇതുകൊണ്ടിട്ടാ. അവൾക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. നീ ഒന്നും വിട്ടു പറയരുത് എന്ന് കിരൺ പറയാണ്. ശരി സാറേ, എന്നാ പോയിക്കോട്ടെ, കല്യാണിച്ചടുത്ത് പറഞ്ഞാൽ മതി. ശരിയടാ എന്ന് പറയാണ്. അങ്ങനെ വേലു ഇറങ്ങി കുറച്ചു ദൂരം സഞ്ചരിക്കുമ്പോ തന്നെ അവിടേക്ക് ആ CA വരുവാട്ടോ.
വേലുവിനെ കാണുമ്പോ തന്നെ ആ സിയെ ജീപ്പ് നിർത്താണ്. അപ്പൊ തന്നെ വേലുവിന്റെ കാര്യം മനസ്സിലായി, പോലീസുകാർ തന്നെ നോക്കി വന്നതാണെന്ന്. പോലീസുകാരുടെ അടുത്തേക്ക് വേലു നിൽക്കുന്നുണ്ട്. അപ്പൊ സിയെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കണ്ടേ, എടാ നീയല്ലേടാ വേലായുധൻ വേലു? അതെ സാറേ ഞാൻ തന്നെയാണ്. എന്താ സാറേ? എന്താണെന്നോ? എടാ നിനക്ക് ഗംഗപ്രസാദിനെ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. ഗംഗപ്രസാദിനെ അറിയാൻ സാറേ, കാട്ടിലെ പേര് മാറ്റി വന്നവനാണ്, എന്റെ മാമനെ കൊന്നവനാണ്. ആ നിന്റെ മാമനെ കൊന്നവനോട് നിനക്ക് ദേഷ്യമുണ്ടല്ലേ, പകയുണ്ടല്ലേ, അവനൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് കൊല്ലണോന്നുണ്ടല്ലേ? സാറേ അവനെ കൊല്ലണമെന്ന് എനിക്ക് മാത്രല്ല ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. അപ്പോ അങ്ങനത്തെ ഒരു ആഗ്രഹം നിങ്ങളൊക്കെ നിറവേറ്റിയോടാ? അല്ല എനിക്ക് സംശയമുണ്ട്, അന്ന് കാർത്തികയുടെ വിവാഹത്തിന് നീയൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. വിവാഹ താലികെട്ട സമയത്ത് നീയും കിരൺ എന്ന് പറഞ്ഞ അയാളും രതീഷും അവിടെ കാണുന്നില്ല, നിങ്ങൾ 3 പേര് മിസ്സിംഗ് ആണ്. ഗംഗപ്രസാദ് അവിടെ വന്നിട്ടുമുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചോടാ? അയ്യോ സാറേ ഞങ്ങൾക്ക് അറിയില്ല സാറേ, ഗംഗപ്രസാദിനെ കണ്ടിട്ടില്ല സാറേ. ഓഹോ നീ ജീപ്പിലേക്ക് കയറി, നിങ്ങളുടെ വിശദമായിട്ട് ചോദ്യം ചെയ്യാനുണ്ട്. സാറേ എനിക്കൊന്നും അറിയില്ല സാറേ എന്ന് വേലു പറയാണ്. പക്ഷെ ആ മാർട്ടിൻ വേലുവിന്റെ കഴുത്തിന് പിടിച്ച് ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോവാട്ടോ. അപ്പൊ ഇത് കിരൺ അറിയുമ്പോ എന്തായാലും കിരൺ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും വേലുവിനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്, CA മാർട്ടിൻ പിടിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കിരണിനെയാണ്. കിരണാണെങ്കിൽ കല്യാണത്തിൽ പറയുന്നുണ്ട്, കല്യാണി ഗംഗപ്രസാദിന്റെ കേസ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ചു ഇതായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പറയാണ്. നീ കാർത്തികയുടെ അമ്മയടുത്തൊക്കെ പറയണം, ഒന്നും കൊണ്ട് പേടിക്കരുത്, ഞങ്ങൾ എന്തായാലും കൂടെ തന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നൊക്കെ പറയാണ്. പിന്നീട് വേലുവിനെ കൊണ്ടുവന്നിട്ട് ജയിലിലിട്ടതിനു ശേഷം ആ CA മാർട്ടിൻ നേരെ പോണത് കാർത്തികയുടെ വീട്ടിലേക്കാട്ടോ. അത് കാർത്തികയുടെ ദിലീപിന്റെ വീട്ടിലേക്കാണ് കാർത്തികനെ കാണാനായിട്ട്. അപ്പൊ ബെല്ലടിക്കുമ്പോ ദിലീപാണ് വാതിൽ തുറക്കണത്. അപ്പൊ ദിലീപിനോട് പറയണ്ട, എന്റെ പേര് CA മാർട്ടിനാണ്, എനിക്ക് അകത്ത് കയറുന്ന സംസാരിക്കാവോ? അയ്യോ അതിനെന്താ സാർ അകത്തേക്ക് വാ എന്ന് പറയാണ്. നിങ്ങളുടെ പേര് ദിലീപ് എന്നല്ലേ? അതെ സാറേ. നിങ്ങളുടെ വൈഫ് കാർത്തിക ഇവിടെ ഇല്ലേ? ഉണ്ട്, കാർത്തു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ കാർത്തിക അമ്മയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അല്ലേ? അതെ സാറേ. ഒരുപാട് വിപ്ലവം സൃഷ്ടിച്ച കല്യാണമായിരുന്നു അല്ലേ? അതെ. വലിയൊരു പിടികിട്ടാപ്പുള്ളി കൊലയാളുടെ കണ്ണു മൂടി കെട്ടിട്ടാണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത് അല്ലേ? അതെ സാറേ, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അല്ല നിങ്ങളുടെ വിവാഹ സമയത്ത് അവനോട് വന്നിരുന്നില്ലേ എന്ന് കാർത്തികടുത്ത് ചോദിക്കുകയാണ് CA. കാർത്തിക പണ്ടില്ല സാറേ, അവനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അന്ന് ശരിക്കും കല്യാണത്തിന് അവൻ വരുമെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. കാരണം കല്യാണത്തിന് മുമ്പാണല്ലോ കല്യാണം നടക്കുമെന്ന് പറഞ്ഞപ്പോ ദിലീപേട്ടന്റെ അച്ഛനെ അവൻ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് കല്യാണത്തിന് അവൻ വരുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചതാണ്. പക്ഷെ കല്യാണത്തിന് അവൻ വന്നില്ല. ഒരു പ്രശ്നമുണ്ട് ഇല്ല, ഇതുവരെ ഒരു പ്രശ്നമില്ല സാറേ. പക്ഷെ അവൻ ഒളിഞ്ഞു മറിഞ്ഞു നിൽക്കുമായിരിക്കും എന്തെങ്കിലും അവസരത്തിന് വേണ്ടിയിട്ട്. CA പറയുന്നുണ്ട്, കല്യാണത്തിന് വന്നില്ലെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പ്? കാർത്തിക പറയണ്ട, കല്യാണത്തിന് വന്നിരുന്നെങ്കിൽ അവൻ ആരുടെങ്കിലും ജീവൻ എടുത്തിട്ടേ അവിടുന്ന് പോവുള്ളായിരുന്നു, അല്ലെങ്കിൽ അവന്റെ ജീവൻ പോകുമായിരുന്നു. എങ്കില് നിങ്ങൾ അറിഞ്ഞോ കാർത്തികെ, ദിലീപിന്റെ വിവാഹ ദിവസം അന്ന് കതിർ മണ്ഡപത്തിൽ അവൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് CA പറയാണ്. അത് കേട്ട് കാർത്തിക ഞെട്ടാട്. സാർ എന്താ പറഞ്ഞത്? അവൻ അവിടെ വന്നിരുന്നു? അതെ വന്നിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അതായത് ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ അവൻ കടന്നിരുന്നു, തിരിച്ചവൻ പോയിട്ടുമില്ല. അതിന്റെ ഉള്ളിൽ അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ അറിയാവുന്ന അറിയാൻ വേണ്ട ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇല്ല സാറേ, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും അറിയില്ല, അവൻ വന്ന കാര്യമൊന്നും അറിയില്ല, അവൻ വന്നിട്ടുണ്ടാവില്ല സാറേ. നിങ്ങൾ എന്നോടും ഒന്നും പറയണ്ട. ക്യാമറ നോണ പറയില്ലല്ലോ, ക്യാമറയെ പതിന്റെ കാര്യമാണ്. അവൻ മാസ്ക് ധരിച്ച് ഒരു ആംബുലൻസ് ഡ്രൈവർ ഇടിച്ച് ആംബുലൻസിലാണ് അവിടേക്ക് വന്നത്. ശേഷം അവനെ തിരിച്ച് അങ്ങോട്ട് പോകുന്നതൊന്നും കണ്ടിട്ടില്ല. അവൻ ആ ഓഡിറ്റോറിയത്തിനുള്ളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾക്കൊന്നും അറിയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞല്ലേ? അതെ സാറേ, ഒന്നും അറിയില്ല എന്ന് പറയണം. അപ്പൊ CAക്ക് വിശ്വാസമുണ്ട് ഇവർ പറഞ്ഞ സത്യം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ അവിടുന്ന് പോവുകയാണ്. പിന്നീട് ഇനി രതീഷിന്റെ അടുത്ത് പോവുള്ളൂ. എന്നാലും രതീഷിനെയും കിരണിനെയും അതുപോലെ തന്നെ വേലുവിനെയും പോലീസ് പിടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.